ഹലോ, ഇതെന്താ സംഭവം എന്നല്ലേ പറയാം. ഇന്ന് നമ്മൾ ഒരു ഹാമ്പർ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സാധനം വാങ്ങിക്കാൻ റെഡി ആയിട്ട് നിന്നപ്പോഴാണ് ഈ ഒരു വഞ്ചി കണ്ടത്. ഈ ഒരു വഞ്ചി ഒരു മാസം ആയതേ ഉള്ളൂ. നമ്മളിതിൽ നോട്ടിനെക്കാട്ടി കോയിൻസ് ആണ് ഇട്ടത്. അതുകൊണ്ട് വലിയ എമൗണ്ട് കാണുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷേ നമ്മൾ ഒരു വലിയ വഞ്ചിയിലോട്ട് ഇടാനാണ്. അപ്പോഴാണ് പഴയൊരു കോയിൻ കണ്ടത്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഹാമ്പറിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു, കാരണം ഞാൻ മറന്നു പോകും. അങ്ങനെ നേരെ പിന്നെ റെഡി ആവാൻ വേണ്ടി ഒരാൾ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് തിരിഞ്ഞപ്പോൾ കാണുന്നത് സ്പ്രേ കുപ്പി എങ്ങനെയോ തറയിൽ വീണ് പൊട്ടി. നല്ല മണമായിരുന്നു. പിന്നെ അത് പോരാൻ 2 ദിവസം ആയതേ ഉള്ളായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മളവിടെ ക്ലീൻ ചെയ്തിട്ട് നേരെ നമ്മളവിടെ നിന്ന് ഇറങ്ങി ടെക്സ്റ്റൈൽസിലോട്ടാണ് വന്നത്. നമുക്ക് സാരിയാണ് എടുക്കേണ്ടത്. കസ്റ്റമർ സാരിയാണ് എടുക്കാൻ പറഞ്ഞത്. സാരിയെക്കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല, കാരണം ഞാൻ എൻ്റെ കല്യാണത്തിനാണ് ആദ്യമായിട്ട് സാരി ഉടുക്കുന്നതും പിന്നെ ഞാൻ ഇതുവരെ ഉടുത്തിട്ടുമില്ല. പക്ഷേ എനിക്ക് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തത് ലാസ്റ്റ് ഒന്നാണ്, കാരണം കുറച്ചുകൂടി നല്ല അതാണെന്ന് എനിക്ക് തോന്നി. തുണി അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ തോന്നി, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡും കഴിക്കാൻ തുടങ്ങി. ഒന്നും പറയല്ല, നല്ല ഫുഡായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ പിന്നെയും നമ്മുടെ ബാക്കി ഷോപ്പിംഗ് തുടങ്ങി. ഫാൻസിയിലോട്ട് വന്നിട്ട് നമ്മളൊരു ഇത്രയും വാച്ചിൽ നമ്മളൊരു വാച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അവസാനം എനിക്ക് ഈ ഒരു വാച്ചാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നേരെ ബാക്കി ഫാൻസി എടുത്തിട്ട് നമ്മൾ ബില്ലടിക്കാൻ നിന്നു. അങ്ങനെ ബില്ലൊക്കെ അടിച്ചിട്ട് നേരെ നമ്മൾ സാധനവും വാങ്ങിച്ചിട്ട് ലുലുവിലോട്ടാണ് പോയത്. കാരണമെന്ന് വെച്ചാൽ അവിടെ നിന്നൊരു സ്പ്രേ എടുക്കണമായിരുന്നു. മുമ്പ് ഞാൻ ഈ ഒരു സ്പ്രേ ഒരു കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മണമാണ്. അങ്ങനെ നേരെ നമ്മൾ മുകളിലോട്ട് പോയി ബൗണ്ടിയും കിറ്റ്കാറ്റും ആണ് എടുത്തത്. കസ്റ്റമറിനാണ് എടുത്തെങ്കിലും ഞാനത് കഴിച്ചു. ഇനി കസ്റ്റമറിന് വേറെ വാങ്ങണം. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കണ്ണനല്ലൂരുള്ള എവൻഡർ എന്ന് പറഞ്ഞ ക്രാഫ്റ്റ് ഷോപ്പിലോട്ടാണ് പോയത്. ഇനി ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ ഇക്കോ ഹാമ്പറിൻ്റെ ബോക്സ് നോക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നൊന്നര ഷോപ്പിംഗ് ആണ്, കാരണം പിൻട്രസ്റ്റിലുള്ള ഐറ്റംസ് പോലത്തെ ക്യൂട്ട് സാധനങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പം കണ്ണനല്ലൂർ വരുന്നവർ ഈ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.